ഹലോ എവ്രി വൺ. ഈ വീഡിയോയിൽ പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. കുറേ പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം നമുക്ക് ആദ്യമേ നോക്കാം. എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും സിമിലി, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അലിട്രേഷൻ, ഒണമെറ്റപ്പോയിയ, സിനെക്ടക്കി, മെറ്റോണമി എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ, ഓക്സിമോറോൺ, കുറേ ഉണ്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നമുക്ക് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിക്കോ, സിമിലി. ഒരു വരി എടുത്തു കഴിയുമ്പോൾ, ഒരു പോയം എടുക്കുക. ആ പോയട്രിയിൽ ഒരു വരി എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ലൈക്ക് എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ആസ് എന്ന് പറയുന്ന വാക്ക് ഉണ്ടെങ്കിൽ അത് സിമിലിയാണ്. അതായത് എന്തെങ്കിലും കമ്പയർ ചെയ്യാനായിട്ട് ലൈക്കോ അല്ലെങ്കിൽ ആസോ പോയിറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് സിമിലി. ഇപ്പൊ എക്സാമ്പിൾ നോക്കിയേ, ഷീ ഈസ് ലൈക്ക് ആൻ ഏഞ്ചൽ. അവൾ ഒരു മാലാഖിയെ പോലെയാണ്. നമ്മൾ ഇടയ്ക്ക് അങ്ങനെ പറയാറില്ലേ? ആലോചിച്ച് നോക്കിയേ, അവളെ കാണാൻ ഒരു മാലാഖിയെ പോലെയാണ്. അങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. അതെങ്ങനെ പറയാം? അവളെ കാണാൻ മാലാഖിയെ പോലെയാണെന്ന് രണ്ട് രീതിയിൽ പറയാം. ഒന്നില്ലെങ്കിൽ ഷീ ഈസ് ലൈക്ക് ആൻ ഏഞ്ചൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഷീ ഈസ് ആൻ ഏഞ്ചൽ, അവളൊരു മാലാഖിയാണ്, അങ്ങനെയും പറയാം അല്ലേ? സോ ഈ സിമിലി എന്ന് പറയുമ്പോൾ ലൈക്ക് എന്ന് പറയുന്ന വാക്ക് മസ്റ്റ് ആയിട്ടും വേണം. ഒരു പോയം എടുക്കുക, പോയട്രിയിൽ ലൈക്ക് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ്, അത് സിമിലിയാണ്. അതേപോലെ തന്നെ ആസ്. ഓക്കെ, ഹി ഈസ് ഫാസ്റ്റ് ആസ് എ ലയൺ. അവൻ ഒരു ലയണിനെ പോലെ ഫാസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഹി ഈസ് ഫാസ്റ്റ് ആസ് എ ചീറ്റ എന്ന് പറയുമ്പോൾ അവിടെ അവനെ ചീറ്റേനെ പോലെ ഫാസ്റ്റ് ആണ്. അപ്പോൾ ആസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ട് കമ്പയർ ചെയ്തേക്കാണ് അവനെ. കണ്ടോ? അങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട് ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതാണ് സിമിലി. അടുത്തത് നമുക്ക് മെറ്റഫർ എന്താണെന്ന് നോക്കാം. നമ്മൾ ലൈക്ക് ഉപയോഗിച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉപയോഗിച്ച് കമ്പയർ ചെയ്യുന്നത് സിമിലി. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ്, ലൈക്കും ആസും ഇല്ലാതെ കമ്പയർ ചെയ്യുന്നതാണ് മെറ്റഫർ. അവളൊരു ഏഞ്ചൽ ആണ് എന്ന് പറയില്ലേ, ഏഞ്ചലിനെ പോലെയാണ് എന്ന് പറയുമ്പോൾ ഷീ ഈസ് ലൈക്ക് എൻ ഏഞ്ചൽ വരും. അതല്ലാതെ ഏഞ്ചലാണ്, അവളൊരു ഏഞ്ചലാണ് എന്ന് പറയുമ്പോൾ ലൈക്ക് പോലും വേണ്ട. അങ്ങനെ കമ്പയർ ചെയ്യുന്നതിനെയാണ് മെറ്റഫർ എന്ന് പറയുക. ഹീ ഈസ് എ ലയൺ, അവനൊരു ലയണാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അവന് ഇന്നതാണ് അല്ലെങ്കിൽ അവൾ ഇന്നതാണ് എന്ന് കമ്പയർ ചെയ്ത് പറയാനായിട്ട്, ലൈക്ക് ഉപയോഗിക്കാതെ കമ്പയർ ചെയ്ത് പറയാനായിട്ട് നമ്മൾ എന്താണ്, മെറ്റഫറാണ് യൂസ് ചെയ്യേണ്ടത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. ഇത് ഇവിടെ നോക്കാം, ഈ സെയിം എക്സാമ്പിൾ തന്നെ, ഷീ ഈസ് ആൻ ഏഞ്ചൽ. ഇവിടെ എന്താ, ഈ ലൈക്ക് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് മെറ്റഫർ. അടുത്തതാണ് അലിട്രേഷൻ. അലിട്രേഷൻ എന്ന് പറയുന്നത് കോൺസണന്റ് സൗണ്ട്സ്, ഒരു വരി എടുക്കുക, ഒരു വരി എടുത്തു കഴിയുമ്പോൾ കോൺസണന്റ് സൗണ്ട്സ് ഓരോ വാക്കുകളിലും റിപ്പീറ്റ് ചെയ്ത് അതായത് ആദ്യത്തെ സൗണ്ടായിട്ട് വരണം. ഇതൊക്കെ എക്സാമ്പിൾ നോക്കാം. സ്വീറ്റ്, സ് എന്നുള്ളത് കോൺസണന്റ് ആണ് അല്ലെ? കോൺസണൻസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, വ്യഞ്ജനാക്ഷരങ്ങൾ വരുന്നത് മലയാളത്തിലെ. ഇവിടെ നോക്കിയേ, സ്വീറ്റ്. സോങ്സ് ഓഫ് സൈലൻസ് എന്ന് പറയുമ്പോൾ സ്, ഈ സ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, പിന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വരി എടുത്താൽ ഓരോ വാക്കിന്റെയും ആദ്യത്തെ സൗണ്ട് സ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരാണ് അല്ലെ? അങ്ങനെ കോൺസണൻസ് റിപ്പീറ്റ് ചെയ്ത് ഒരു വരി തന്നെ ആദ്യത്തെ വാക്കുകളിൽ തന്നെ ഇങ്ങനെ വന്ന്, അതായത് ഒരു വാക്ക് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ലെറ്റർ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നതിനെയാണ് അലിട്രേഷൻ എന്ന് പറയാ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് അലിട്രേഷൻ പഠിക്കാനായിട്ട് നമുക്ക് പോയിട്ട് പറഞ്ഞായിരുന്നു തന്നെ എടുക്കണം എന്നില്ല. സിമ്പിൾ ആയിട്ട് ഇപ്പൊ നോക്കാം. ഗുഡ് ഗേൾ, ഇവിടെ ഗ എന്ന് പറയുന്ന സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കണുണ്ടോ? ഓക്കെ. ബെസ്റ്റ് ബോയ്, ഇവിടെ ബ എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു വരി തന്നെ. ആദ്യത്തെ ലെറ്റർ കണ്ടോ, അത് തന്നെ ഈ ഒരു സൗണ്ട്, ലെറ്റർ വായിക്കുമ്പോൾ ഇന്ന സൗണ്ട് വരുമല്ലോ, ബ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നു. അങ്ങനെ വരുന്നതിനെയാണ് അലിട്രേഷൻ എന്ന് പറയാം. അടുത്തത് നോക്കാം, പേഴ്സോണിഫിക്കേഷൻ. പേഴ്സോണിഫിക്കേഷൻ ഇത്രയേ ഉള്ളൂ, ജീവനില്ലാത്ത തിങ്സ് അല്ലെങ്കിൽ ജീവനില്ലാത്ത എന്തിനെങ്കിലും ഹ്യൂമൻ ബീങ്സിനുള്ള ക്വാളിറ്റീനെ വെച്ച് പറയുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക. ഇപ്പൊ നമ്മളിവിടെ എടുത്തത് സൺ സ്മൈൽസ് എന്നാണ്, അതായത് സൂര്യൻ ചിരിച്ചു എന്ന് ഞാൻ പറയണം. അപ്പൊ നിങ്ങൾ പറയും സൂര്യന് ജീവനില്ലല്ലോ, എങ്ങനെ ചിരിക്കണേ? യെസ്, പോയിറ്റ്സ് എഴുതുമ്പോൾ പോയിട്രി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. അതായത് ജീവനില്ലാത്ത ഈ പറയുന്ന സൂര്യനെ ചിരിപ്പിക്കും, ചിലപ്പോൾ മൂണിനെ കരയിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ഈ ജീവനില്ലാത്ത ഇൻആനിമേറ്റ് ഒബ്ജക്ട്സിന് ഹ്യൂമൻ ബീങ്സിന്റെ, അതായത് നമ്മളുടെ പോലെ ജീവനുള്ള ആളുകൾ ചെയ്യുന്ന ക്വാളിറ്റീസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾക്ക് ജസ്റ്റ് 4 പോയറ്റിക് ഡിവൈസസേ നോക്കിയിട്ടുള്ളൂ. ഇങ്ങനെ കുറേ പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. സോ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.